ഹായ് കൂട്ടുകാരെ, കുഞ്ഞു കുഞ്ഞു കുഴിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ മഞ്ഞൾ വിത്ത് ഇവിടെ നട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ മഞ്ഞൾ പറിക്കുമ്പം തന്നെ ഒരു വിത്ത് അവിടെ ഇട്ട് മണ്ണിട്ട് ചവറൊക്കെ ഇട്ട് കൊടുക്കലാണ് പതിവ്. ഈ തവണ പറമ്പ് കളിക്കാൻ വന്ന ചേട്ടന്മാർ നമ്മുടെ മഞ്ഞൾ മൊത്തമായും പറിച്ചിട്ടു. ഈ സമയത്ത് ഞാനിങ്ങനെ നടാറില്ലാത്തതാണ്. നമുക്ക് നട്ട് നോക്കാം. പ്ലാവിൻ്റെ ചപ്പൊക്കെ വെട്ടിയിട്ട് നമ്മൾ നിറയെ ചവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മഴയും കൂടെ കിട്ടിയാൽ നമ്മുടെ മഞ്ഞൾ വിത്ത് നല്ല അടിപൊളിയായിട്ട് മുളച്ച് വരും. ഇതാ ഇത്രയും സ്ഥലത്ത് നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മഞ്ഞൾ കഴുകി വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞ് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയി പൊടിച്ചിട്ട് വരാം. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണങ്ങിയ ഒരു പാത്രത്തിലേക്കിട്ട് അടച്ച് വെക്കാം. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ മഞ്ഞൾപ്പൊടി കേടുകൂടാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യത്തിന് ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ റെഡിയാക്കി നമ്മൾ ഇതാ പാത്രത്തിലിട്ട് വറുത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കാൻ പോവുകയാണേ. ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞളൊക്കെ നട്ട് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി മഴയും കിട്ടി കേട്ടോ. കുംഭമാസത്തിൽ തന്നെ മഴ പെയ്തു. സന്ധ്യ ആയപ്പോൾ ഒന്ന് പെയ്തു, രാത്രിയായപ്പോൾ വീണ്ടും മഴ പെയ്തിട്ടുണ്ട്. ഇനി നടാനുള്ള വസ്തുക്കളൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം.